ഒരു സഹോദരിയുടെ ഒരു ചോദ്യമാണ്. അവർ വല്ലാത്തൊരു വിഷമത്തിലാണ് ഈ ചോദ്യം ചോദിച്ചിട്ടുള്ളത്. ഒരു ചെറിയ കാരണത്താൽ അവരെ ഒന്നാം വിവാഹമോചനം ചെയ്ത് അവർ വീട്ടിൽ ഇരിക്കുന്ന സമയത്ത് രണ്ടാം തലാക്ക് ചെയ്തു എന്നു പറഞ്ഞ് ഒരു ലെറ്റർ അയച്ചു. ഈ കാലയളവ് 3 മാസവും 4 ദിവസവും ആയപ്പോഴേക്കും മൂന്നാം തലാക്ക് ലെറ്ററും അയച്ചു. ഇതിൽ ഒന്നാം തലാക്ക് ലെറ്റർ മാത്രമാണ് അവർ പള്ളിയിലേക്ക് അയച്ചത്. അതായത് ഒന്നാമത്തെ തലാക്ക് ഇവർക്ക് അയച്ചു, മൂന്നാമത്തെ തലാക്ക് 2-3 തലാക്ക് എനിക്ക് മാത്രമാണ് അയച്ചത്. എൻ്റെ അഭിപ്രായം ഒന്നും ചോദിക്കാതെ യാതൊരു ചർച്ചയും കൂടാതെ ഭർത്താവിൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് തലാക്ക് ചെയ്തത്. ഇങ്ങനെ ചെയ്താൽ 3 തലാക്കായി പരിഗണിക്കുമോ? ഇനിയും അവർക്ക് ഒരുമിച്ച് ജീവിക്കാൻ സാധിക്കുമോ എന്നാണ് ആ സഹോദരിയുടെ ഒരു ചോദ്യം വന്നിട്ടുള്ളത്. ഇതിന് നമുക്കൊരു എസ്സോർണോ മറുപടി പറയാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ അല്ല ഇത്. സാധാരണഗതിയിൽ ഒരു സ്ത്രീയുടെ ഒരു വിവാഹമോചനം എന്ന് പറഞ്ഞാൽ വിവാഹമോചനം ചെയ്തതിന് ശേഷം 3 മാസത്തെ ഇദ്ദ പൂർത്തിയാകുമ്പോഴാണ് ഒരു ത്വലാക്ക് പൂർത്തിയാകുന്നത്. ഈ ഇദ്ദയുടെ സമയമാകുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ഈ ഇദ്ദൻ്റെ കാലാവധിയിൽ അയാൾക്ക് ഇവിടെ തിരിച്ചെടുക്കാം. ആ സമയത്ത് പ്രത്യേകം നിക്കാഹൊന്നും ആവശ്യമില്ല. എന്നാൽ ഈ 3 ശുദ്ധികാരം കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണം? അവർക്കൊന്നിച്ച് ജീവിക്കണമെങ്കിൽ ഒരു നിക്കാഹിലൂടെ മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ ഒരു ത്വലാക്ക് കഴിഞ്ഞു, അതിൻ്റെ ഇദ്ദ കഴിഞ്ഞു, പിന്നെ അവരെന്ത് ചെയ്തു? ഒരു നിക്കാഹ് ചെയ്ത് വന്നു, പിന്നെയും ഒരു ത്വലാക്ക് ചെയ്തു, പിന്നെ അതിൻ്റെ ഇദ്ദ കഴിഞ്ഞു, അപ്പോൾ തിരിച്ചെടുത്തു, പിന്നെയും ഇങ്ങനെ 3 പ്രാവശ്യമാകുമ്പോഴാണ് പിന്നെ തിരിച്ച് ചേരാൻ പറ്റാത്ത അവസ്ഥ എന്ത് ചെയ്യണത്? സംജാതമാകുന്നത്. അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരെന്താണ്, ചില ഇടവിട്ട സമയങ്ങൾ, ഒരു ഇദ്ദ നടക്കുന്ന സമയത്ത് തന്നെ 3 തലാക്കുകളും നിർവഹിച്ചു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പണ്ഡിതന്മാരെന്താ വെച്ചാൽ ഓരോ വിഷയങ്ങളെയും പ്രത്യേകമായി എടുത്തു വെച്ച്, അല്ലെങ്കിൽ 3 തലാക്കും പറഞ്ഞാൽ 3 ആവില്ല, അല്ലെങ്കിൽ 3 ആകും എന്നൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഒറ്റയടിക്ക് പറയാൻ പറ്റില്ല. ചില ആളുകളുടെ വിഷയങ്ങളിൽ ചിലപ്പോൾ 3 എണ്ണം പറഞ്ഞാൽ 3 എണ്ണമായി പരിഗണിക്കുന്ന അവസ്ഥകൾ ഉണ്ടാവാം. സാഹചര്യം നോക്കിയിട്ടാണ് അത് ചെയ്യേണ്ടത്. അപ്പോൾ ഇവരുടെ കാര്യത്തിൽ എന്താണ് ശരിക്കുമുള്ളത് എന്നുള്ളത് അദ്ദേഹത്തെയും ഇവരെയുമൊക്കെ ഇരുത്തി സംസാരിച്ച് എന്തുദ്ദേശത്തിൽ പറഞ്ഞു, എങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് പരിശോധിച്ചിട്ട് അവിടെയുള്ള പണ്ഡിതനോ അല്ലെങ്കിൽ കാദിക്കോ മാത്രമേ ഇനി അവർക്കൊന്ന് ജീവിക്കാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റുള്ളൂ. അത് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ വരികൾ വെച്ച് മാത്രം പറയാൻ പറ്റുന്നൊരു കാര്യമല്ല എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഇത് പിന്നെ ഇവരിതിലൊരു ഉപചോദ്യമായിട്ട്, അതായത് നമ്മളിത് അവരെ സംസാരിച്ചിരുന്നു ഈ വിഷയത്തിൽ. അപ്പോൾ അവർക്കെന്ന് വെച്ചാൽ മാനസികമായി അതന്ന് അങ്ങനെ പറഞ്ഞു പോയി. അപ്പോൾ ഇനി അങ്ങനെ ഇപ്പോൾ കാലയളവിൻ്റെ അകത്ത് എന്താ ചെയ്തിട്ടുണ്ട്? ഇപ്പം ഇത് പറഞ്ഞ പോലെ 3ൻ്റെയും പരിധി ആയിട്ടില്ലല്ലോ, അതിൻ്റെ ഉള്ളിലാണ് 3 ചെയ്തിട്ടുള്ളത്. അങ്ങനെ ആയതുകൊണ്ട് മാനസികമായ ഒരു മനസ്സ് തട്ടി പറയാത്തത് കൊണ്ട് ഇനി തിരിച്ചെടുത്ത് ജീവിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് എന്ത്. ഇതിൽ നമ്മൾ കാണുന്നത് ഒറ്റ അടിക്ക് പറഞ്ഞതല്ല, അല്ല ഞാൻ 3 തലാക്കും ചെയ്തു എന്ന് പറഞ്ഞതല്ല, 3 ഘട്ടങ്ങളിലായിട്ടാണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ പ്രത്യേകം എന്ത് ചെയ്യണം? അതിനെ പരിഗണിച്ചിട്ടേ നമുക്കത് പറയാൻ പറ്റുള്ളൂ. സ്വാഭാവികമായും പണ്ഡിതന്മാരെന്താ വെച്ചാൽ 3 എണ്ണം പറഞ്ഞു എന്നതുകൊണ്ട് മാത്രം അതാവില്ലെന്ന് പറയാൻ പറ്റില്ല. അതിൻ്റെ സാഹചര്യവും സന്ദർഭവും പരിശോധിച്ചുകൊണ്ട് ഒരു പണ്ഡിതൻ അഭിപ്രായം പറയേണ്ട ഒരു കാര്യമാണത്. ഇത് പല ആളുകളും എന്താ വെച്ചാൽ എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ അവർക്ക് ഒന്നിച്ച് ജീവിക്കണം തോന്നുമ്പോൾ അവർ ഫത്വ ചോദിച്ചു വരാറുണ്ട്. അപ്പോൾ നമ്മളെന്ത് ചെയ്യാൻ പറ്റില്ല, അങ്ങനെ കേൾക്കുമ്പോഴൊക്കെ എന്ത് ചെയ്യില്ല, പൊതുവേ നമ്മളൊക്കെ എന്ത് ചെയ്യും, 3 എണ്ണം ആവില്ല എന്ന് പെട്ടെന്ന് പറഞ്ഞ് അത് തീരുമാനിക്കും. ഇത് അങ്ങനെ പറയാൻ പറ്റില്ല നമുക്ക്. ഇത് അവരുടെ പ്രാദേശികമായ ഏതെങ്കിലും പണ്ഡിതന്മാർ നേരിട്ട് കണ്ട് ഈ 2 ആളും ഓരോ സാഹചര്യങ്ങൾ പറഞ്ഞിട്ട് എന്ത് ചെയ്യണം, അത് എങ്ങനെ പരിഗണിക്കാം എന്നതിനെക്കുറിച്ച് വിവരമുള്ള ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അതുതന്നെ നമുക്ക് വിളിച്ച് പറയാൻ പറ്റും.